കോഴിക്കോട് തിരുവമ്പാടി മുസ്ലിം ലീഗിൽ ഭിന്നത രൂക്ഷം. തിരുവമ്പാടിയിൽ ലീഗിൽ നിന്നും പുറത്താക്കിയവരുടെ നേതൃത്വത്തിൽ കേഡേഴ്സ് മീറ്റ് 25 എന്ന പേരിൽ യോഗം ചേർന്നു. നിലവിലെ തിരുവമ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹിമാന്റെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. തിരുവമ്പാടി നിയോജകമണ്ഡലം ലീഗ് പ്രസിഡന്റ് CK കാസിമിന്റെ ഏകാധിപത്യ സമീപനത്തിനെതിരെയാണ് വിമത വിഭാഗം യോഗം ചേർന്നത്. കോഴിക്കോട് തിരുവമ്പാടിയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ആരംഭിച്ചതാണ് ലീഗിലെ കല്ലുകടി. തിരുവമ്പാടി ലീഗ് നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്ന CP ചെറിയ മുഹമ്മദിന്റെ ദയനീയ തോൽവിക്ക് കാരണം മുസ്ലിം ലീഗ് തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് CK കാസിമും മണ്ഡലം സെക്രട്ടറിയായ PG മുഹമ്മദ് ഉൾപ്പെടെ നടത്തിയ വിഭാഗീയ പ്രവർത്തനങ്ങൾ കാരണമെന്നാണ് വിമത വിഭാഗത്തിന്റെ പ്രധാന പരാതി. മുസ്ലിം ലീഗിന്റെ കൊടി ഉൾപ്പെടെ ഉപയോഗിച്ചാണ് വിമത വിഭാഗം പാർട്ടി നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്ന് തിരുവമ്പാടി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ യോഗം ചേർന്നത്. പ്രിയങ്ക ഗാന്ധി മത്സരിച്ച വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടി UDF പഞ്ചായത്ത് കമ്മിറ്റി കൺവീനറായി ഭൂരിപക്ഷം അംഗങ്ങളും തെരഞ്ഞെടുത്തത് കോയ പൊതുവയലിനെ ആയിരുന്നു. എന്നാൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് CK കാസിം തീരുമാനം അട്ടിമറിച്ച് മറ്റൊരാളെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ഇതിനെതിരെ പ്രതികരിച്ച 5 പേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നും KA അബ്ദുറഹ്മാൻ പറഞ്ഞു. കൃത്യമായി സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ മുകൾ തട്ടിലുള്ള എല്ലാ കമ്മിറ്റികളെയും ഇവരെ ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ അറിയിച്ചിട്ടുണ്ടെങ്കിലും കാര്യക്ഷമമായ ഒരു ഇടപെടലോ തീരുമാനമോ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിന് തിരുവമ്പാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ഒരു പച്ചക്കൊടി ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദിനെ ദൃശ്യമാധ്യമങ്ങളിൽ പരസ്യമായി വിമർശിച്ച തിരുവമ്പാടി പഞ്ചായത്ത് ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് മോയിൻ കാവുങ്കൽ, ഷൗക്കത്ത് കൊല്ലളത്ത്, അഷ്കർ ചെറിയമ്പത്ത് തുടങ്ങിയവർക്കെതിരെ യാതൊരു അച്ചടക്ക നടപടിയും സ്വീകരിച്ചില്ലെന്നും വിമത വിഭാഗം കുറ്റപ്പെടുത്തി. ഇന്നും സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പ്രതികരിച്ച ആളുകൾ പാർട്ടിക്കുള്ളിൽ നിൽക്കുകയും മാന്യമായി ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നീതി നടപ്പിലാക്കാൻ പ്രതികരിച്ച ഞങ്ങളെ പാർട്ടിക്ക് പുറത്തിരുത്തി 8 മാസത്തോളമായി അത് പുറത്ത് തന്നെയാണ്. അതിനൊന്നും തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഈ രീതിയിലേക്ക് അവർ പോകുന്നതിനെതിരെ ഞങ്ങൾ ശക്തമായ പ്രതിഷേധമുണ്ട്. തിരുവമ്പാടിയിലെ പാർട്ടി പ്രശ്നങ്ങളിൽ ലീഗിന്റെ സംസ്ഥാന നേതൃത്വം കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നതും വിമത വിഭാഗത്തെ ചൊടിപ്പിക്കുന്നു. പ്രശ്നങ്ങൾ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കനത്ത പരാജയം ലീഗിനുണ്ടാകുമെന്ന് വിമത വിഭാഗം മുന്നറിയിപ്പ് നൽകി. പ്രശ്നങ്ങൾ പഠിക്കുവാൻ പാറക്കൽ അബ്ദുള്ളയെയും അബ്ദുറഹ്മാൻ രണ്ടത്താണിയെയും ലീഗിന്റെ സംസ്ഥാന നേതൃത്വം നിയോഗിച്ചുവെങ്കിലും ഇത് പോരെന്നാണ് വിമത വിഭാഗത്തിന്റെ ആവശ്യം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടിയിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയാകാമെന്ന് സ്വപ്നം കാണുന്ന CK കാസിമിന് കനത്ത തിരിച്ചടിയാണ് വിമത വിഭാഗത്തിന്റെ നീക്കങ്ങൾ. ചേതൻ സാജൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.